ഇത് വിധിയാണോ? അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണത്തെ പോലെ തന്നെ ഈ ഒരു തവണയും വിധിയിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയില്ലേ എന്നൊക്കെ ഗോൺ പറയുന്ന ആ ഒരു സീനോട് കൂടിയാണ് ഈ ഒരു എപ്പിസോഡ് തുടങ്ങുന്നത്. ഗോവോന്റെ പാസ്റ്റ് ലൈഫ് ആണ് കാണിക്കുന്നത്. ഗോവോന്റെ പേര് ഈസൺ എന്നാണ്. ഈസൺ വളരെയധികം ഫേമസ് ആയിട്ടുള്ള ഒരാളാണ്. ഈസനോട് എത്രയും വേഗം വീട്ടിലേക്ക് ചെല്ലുവാനായിട്ടൊക്കെ ജോലിക്കാരൻ പറയുന്നുണ്ടെങ്കിൽ പോലും ഈസണും പഠിക്കുവാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത കൂട്ടത്തിലായിരുന്നു. വെറുതെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാനായിട്ടായിരുന്നു അവൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവൻ നടക്കുന്ന വഴിക്ക് അവിടെ വെച്ചൊരു പെൺകുട്ടീനെ കാണുന്നു. അവളും വാളുകൊണ്ടുള്ള ഒരു നൃത്തമൊക്കെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. അവനും കുറെ നേരം അതൊക്കെ നോക്കി നിൽക്കുന്നു. അവളും അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ പ്രാക്ടീസ് ഒക്കെ നിർത്തി തിരിച്ചു പോകുവാനായിട്ടൊക്കെ നോക്കുന്നുണ്ട്. പക്ഷെ അവനാകട്ടെ ഞാൻ വന്നത് കൊണ്ട് പ്രാക്ടീസ് ഒന്നും മുടക്കേണ്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ട് പരിചയപ്പെടുത്തുവാനൊക്കെ നോക്കുന്നു. ഈസൺ ആ ഒരു വില്ലേജിൽ തന്നെ വളരെയധികം ഫേമസ് ആയതുകൊണ്ട് തന്നെ അവൾക്ക് ഈസന്റെ പേരൊക്കെ നന്നായി തന്നെ അറിയാമായിരുന്നു. പക്ഷെ അവളോട് പേരൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവൾ പേര് പറയുവാനായിട്ട് മടിച്ചു നിൽക്കുന്നു. ഈസന്റെ അമ്മ കുട്ടിക്കാലത്ത് തന്നെ മരിച്ചുപോയതാണെന്നും പിന്നീട് അവനെ നോക്കി വളർത്തുന്ന അച്ഛനും അവനെ പഠിപ്പിക്കുവാനായിട്ടൊക്കെ കുറെ അധികം പാടുപെടുന്നുണ്ടെങ്കിൽ പോലും അവനും പഠിക്കുവാനായിട്ട് ഒട്ടും താല്പര്യമില്ലാത്ത ഇതുപോലെയൊക്കെ നടക്കുകയാണെന്നുള്ള കാര്യമെല്ലാം തന്നെ അവളും അവനോട് പറയുന്നു. എന്റെ കാര്യത്തിൽ നിനക്ക് ഇത്രയ്ക്കൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, അങ്ങനെയാണെങ്കിൽ നിന്റെ പേരെങ്കിലും ഒന്ന് പറയാന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഈസൺ നിൽക്കുമ്പോഴത്തേക്കും അവളും പേര് പറയാതെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് മുങ്ങുകയാണ്. അവർ രണ്ടുപേരും അങ്ങനെ ഒന്നിച്ചു നിൽക്കുന്നതൊക്കെ അവന്റെ ജോലിക്കാരനും കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കെ ഇപ്പോൾ നിനക്ക് പഠിത്തമൊക്കെ മുടക്കുവാനായിട്ട് മറ്റൊരു കാരണം കിട്ടിയല്ലേ എന്നൊക്കെ അവനോടും ചോദിക്കുന്നു. പിന്നെ ആ ഒരു പെൺകുട്ടി ആരാണെന്നുള്ള കാര്യം അവൻ അറിയാമെന്നും പറയുകയാണ്. ആളുകളൊക്കെ മദ്യപിക്കുവാനായിട്ട് എത്തുന്ന ഒരു സ്ഥലമൊക്കെ ഉണ്ടല്ലോ, ആ ഒരു സ്ഥലത്തായിരുന്നു ഈ ഒരു പെൺകുട്ടി താമസിക്കുന്നതെന്നും അവൾ ഒരുപാട് ഡാൻസ് ഒക്കെ ചെയ്യുമെന്നുമുള്ള കാര്യമായിരുന്നു അയാളുടെ അടുത്ത് നിന്നും ഈസൺ അറിഞ്ഞിട്ടൊക്കെ ഉണ്ടായിരുന്നത്. അങ്ങനെ ഈസണും ആ ഒരു പെൺകുട്ടിനെ കാണുവാനായിട്ട് അവിടെ എത്തുന്നു. അവിടെ എത്തി ഞാൻ വേൾസ്യമാണെന്നൊക്കെ അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കുമാണ് അവളുടെ പേരും അവൻ മനസ്സിലാക്കുന്നത്. പക്ഷെ അവളും അവനെ കണ്ടു കഴിയുമ്പോൾ തന്നെ പോകുന്നു. അങ്ങനെ ഇരിക്കെ അവളെ അന്വേഷിച്ച് അവൾ സ്ഥിരമായിട്ട് വരുന്ന സ്ഥലത്തേക്ക് അവൻ പോയി നിൽക്കുകയാണ്. ഞാൻ നിന്നെ കാണുവാനായിട്ടായിരുന്നു അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. ഞാൻ എന്തെങ്കിലും തെറ്റായിട്ടൊക്കെ നിന്റെ അടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ അവൻ പറയുന്നുണ്ടെങ്കിൽ പോലും അവളും അതൊന്നും തന്നെ ശ്രദ്ധിക്കാതെ പോകുന്നു. എല്ലാ തവണയും ഉച്ചയായാൽ പോലും അവൻ എണീക്കാത്തതാണ്. അങ്ങനെയിരിക്കെ ജോലിക്കാരനും അവന്റെ റൂമിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവൻ എണീറ്റ് റെഡിയായി എന്തൊക്കെയോ ബുക്കൊക്കെ തപ്പി നടക്കുന്നതായിരുന്നു കാണുന്നതും. ഇത്രയും കാലം ഉഴപ്പിയൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, ഇനി മുതൽ ബുക്കൊക്കെ വെച്ചിട്ട് പഠിക്കുവാനായിട്ട് പോക്കൊക്കെ ആണെന്നൊക്കെ പറഞ്ഞ് അവനും ബുക്കൊക്കെ എടുത്തോണ്ട് അവളെ കാണുന്ന സ്ഥലത്തൊക്കെ പോയി ഇരിക്കുകയാണ്. ആദ്യമൊക്കെ വെറുതെ ഇരുന്ന് സമയം കളയുന്നുണ്ടെങ്കിലും അവൾ എത്തി കഴിയുമ്പോൾ തന്നെ ബുക്കൊക്കെ ആയിട്ട് അത് വായിച്ചുകൊണ്ടൊക്കെ അവൻ ഇരിക്കുന്നു. ഈ ഒരു വെള്ളച്ചാട്ടമൊക്കെ കണ്ടുകൊണ്ട് ബുക്ക് വായിച്ചിരിക്കാമെന്നായിരുന്നു ഞാൻ കരുതിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഈ ഒരു സ്ഥലത്തിരുന്ന് ഞാൻ പഠിക്കുവാനായിട്ട് പോകുകയാണ്. നിന്നെ ഇവിടെ കാണുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല. ഒരു കാര്യം ചെയ്യുക, നീ മറ്റേതെങ്കിലും ഒരു സ്ഥലമൊക്കെ നോക്കിയിട്ട് അവിടെ പോയിരുന്ന് പ്രാക്ടീസ് ഒക്കെ ചെയ്തോ എന്ന് അവനും പറയുന്നു. അവളും അന്നത്തെ ദിവസം തിരിച്ചു പോകുന്നുണ്ട്. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും ബുക്കും വെച്ച് കിടന്നുറങ്ങുന്ന അവനെയൊക്കെ ആയിരുന്നു അവൾ കണ്ടിട്ടുണ്ടായിരുന്നതും. എവിടെ ഇരുന്നാൽ മാത്രമാണ് എനിക്ക് പഠിക്കുവാനായിട്ട് സാധിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും അവൻ ബുക്കൊക്കെ വെച്ചിട്ട് ഉറക്കെ വായിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. അവനായിട്ട് എന്തായാലും എണീറ്റ് പോക്കുകയില്ല എന്നൊക്കെ മനസ്സിലാകുമ്പോഴത്തേക്കും അവളും കുറച്ച് മാറി ഇരുന്നിട്ട് പ്രാക്ടീസ് ഒക്കെ ചെയ്യുന്നു. അവൻ പഠിക്കുന്നില്ലെങ്കിൽ പോലും ഡാൻസ് ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ അവളും ഡാൻസിനിടയ്ക്ക് അവനെ ശ്രദ്ധിക്കുമ്പോഴത്തേക്കും അവളുടെ കാലിലുണ്ടായിരുന്ന ഷൂസ് ഒക്കെ താഴേക്ക് പോകുന്നു. നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, അതൊക്കെ ഞാൻ പോയി എടുത്തോണ്ട് വരാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കും വെള്ളത്തിൽ ഇറങ്ങണ്ട, അത് അപകടകരമായിട്ടുള്ള ഒരു കാര്യമാണെന്ന് അവളും പറയുന്നുണ്ട്. പക്ഷെ അവനും അമ്പെയ്യുന്നതും വാൾപ്പയറ്റ് നടത്തുന്നതും എല്ലാം തന്നെ അവനും ഒരുപാട് പ്രാക്ടീസ് ഒക്കെ ചെയ്തിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ ഇത് നിസ്സാരമായിട്ടൊക്കെ ചെയ്യുവാനായിട്ട് സാധിക്കുമെന്ന് പറഞ്ഞു നിൽക്കുന്നു. അപ്പോഴേക്കും ആ ഒരു ഷൂവും കുറച്ച് ദൂരത്തേക്കൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അവനും ഒട്ടും തന്നെ ശ്രദ്ധിക്കാതെ അതിലെയും ഇതിലെയും എല്ലാം തന്നെ ഓടിച്ചാടിയൊക്കെ ആ ഒരു ഷൂവിന്റെ പിറകെ പോകുകയാണ്. കുറെ നേരമായിട്ടും അവന്റെ പൊടി പോലും കിട്ടാതെ ആകുമ്പോഴത്തേക്കും അവളും അവന്റെ പേരൊക്കെ നീട്ടി വിളിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവനും പെട്ടെന്ന് തന്നെ ഷൂസ് ഒക്കെ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതുമായിട്ട് വരുന്നു. ഈ ഒരു ഷൂസ് ഒക്കെ കിട്ടുന്നതാണോ ഇത്ര വലിയ കാര്യം, നിനക്ക് എന്തെങ്കിലും സംഭവിക്കുകയായിരുന്നെങ്കിലോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവളും അവന്റെ അടുത്ത് ഒരുപാട് ദേഷ്യപ്പെടുകയാണ്. അവനും ഇതൊക്കെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണെന്നുള്ള രീതിയിൽ ഇരിക്കുമ്പോഴത്തേക്കും അവൻ തുമ്മുന്നതൊക്കെ കാണുന്നത് കൊണ്ട് തന്നെ അവളും പിന്നീട് തീയൊക്കെ കായുകയാണ്. അവന് ചൂട് കിട്ടുവാനായിട്ടായിരുന്നു അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നതെങ്കിലും ഇപ്പോൾ അവളുടെ ചെരുപ്പൊക്കെ ഉണക്കുവാനായിട്ടാണ് അവൻ നോക്കുന്നത് പോലും. ആളുകളുടെ ശരീരത്തിലെ ചൂടൊക്കെ കിട്ടുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവളും അവന്റെ അടുത്തേക്കൊക്കെ ആയിട്ട് ചേർന്നിരിക്കുന്നു. പിന്നീട് അവൾ കുറച്ച് നീങ്ങിയൊക്കെ ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും എനിക്ക് തണുക്കുന്നു എന്നൊക്കെ പറയുന്നത് കൊണ്ട് തന്നെ വീണ്ടും അവൾ അവന്റെ അടുത്തേക്കായിട്ട് ഇരിക്കുകയാണ്. അവർ ഒരുപാട് നേരം അവിടെ ഇരുന്ന് പരസ്പരം സംസാരിക്കുകയൊക്കെയാണ്. അവൾ നേരത്തെ മറ്റൊരു സ്ഥലത്തൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ആകട്ടെ
ഒരു വലിയ ഉദ്യോഗസ്ഥന്റെ മുമ്പിൽ വെച്ച് ഡാൻസ് ഒക്കെ ചെയ്യുവാനായിട്ട് അവൾക്ക് അവസരം ലഭിച്ചു. പക്ഷെ അവിടെ വെച്ച് അവൾക്ക് അയാളുടെ മുമ്പിൽ ഡാൻസ് ചെയ്യുവാനായിട്ട് സാധിക്കുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ അവൾക്ക് ഡാൻസ് ചെയ്യുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അവളെ എല്ലാവരും കൂടി ചേർന്ന് കൊല്ലുമെന്നായിരുന്നു അവൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. എന്തോ ഭാഗ്യം കൊണ്ട് അവളെ ജീവനോടെ ഈ ഒരു സ്ഥലത്തേക്കൊക്കെ അയച്ചു. അങ്ങനെയാണ് അവൾ ഇവിടെ എത്തിയത്. അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അവിടെ ആയിട്ട് ഒരു ചെറിയ മിന്നാമിനുങ്ങൊക്കെ വരികയാണ്. അവളും അതിനെ സൂക്ഷിച്ചു നോക്കുന്നതൊക്കെ കാണുമ്പോഴത്തേക്കും അവനും അതൊക്കെ എടുത്തുകൊണ്ട് വരുന്നു. പിന്നീട് ഒരു മിന്നാമിനുങ്ങിന് പകരമായിട്ട് ഒരുപാട് മിന്നാമിനുങ്ങുകളൊക്കെ ആകാശത്തോട് നടക്കുന്നതും അവർ കാണുകയാണ്. അവിടെ വെച്ചായിരുന്നു എനിക്ക് നിന്നെ ഇഷ്ടമാണെന്നൊക്കെ വോൾഷിമിന്റെ അടുത്ത് അവൻ പറയുന്നത്. നിനക്കും എന്നെ ഇഷ്ടമാണെന്നുള്ള കാര്യമൊക്കെ എനിക്ക് അറിയാമെന്ന് അവൻ പറയുമ്പോഴത്തേക്കും മനുഷ്യരാകട്ടെ ഏറ്റവും മണ്ടന്മാരായി തീരുന്നത് ഈ ഒരു പ്രണയത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടാണ് എന്ന് അവളും പറയുകയാണ്. പക്ഷെ താൻ ഒരിക്കലും തമാശയായിട്ട് പറഞ്ഞൊരു കാര്യമല്ല ഇത്. നമുക്ക് വിവാഹം കഴിക്കാമെന്നൊക്കെ അവൻ പറയുമ്പോഴത്തേക്കും തനിക്ക് വിവാഹം കഴിക്കാനായിട്ട് സാധിക്കുകയില്ല എന്ന് വോൾഷിമും മറുപടി പറയുന്നു. അവളുടെ സ്ഥാനം വെച്ച് അവന്റെ ജോലിക്കാരെ ആകുവാനായിട്ട് മാത്രമേ അവൾക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു വിവാഹം ഒന്നും നടക്കുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു നാടൊക്കെ വിട്ട് പോകാമെന്ന് അവനും പറയുന്നു. പക്ഷേ ഈ ലോകത്തെ മൊത്തം തന്നെ ഉപേക്ഷിച്ച് ഒരിക്കലും ഓടി രക്ഷപ്പെടുവാനായിട്ട് സാധിക്കുകയില്ലല്ലോ. ലോകം ഇതുപോലെ തന്നെ ഉള്ളിടത്തോളം കാലം നമുക്ക് ഒരിക്കലും വിവാഹം കഴിക്കുവാനായിട്ട് സാധിക്കുകയില്ല എന്നൊക്കെ അവൾ പറയുമ്പോഴത്തേക്കും അവനും ഒന്നും പറയുവാൻ സാധിക്കാതെ അവളെ തന്നെ നോക്കി നിൽക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൾ മറ്റൊരു കാര്യം കൂടി പറയുകയാണ്. അവളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരി ഉയർന്ന ജാതിയിലുണ്ടായിരുന്ന ഒരാളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ പേരിൽ അവൾക്ക് ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് പോലും വന്നു. നമ്മൾ ഒരാളെ സ്നേഹിക്കുകയാണ് എങ്കിൽ അതൊരിക്കലും നമ്മുടെ നല്ലതിനു വേണ്ടി ആയിരിക്കുകയില്ല. ആ ഒരു സ്നേഹം കൊണ്ട് ആർക്കും ജീവൻ തിരിച്ചു കിട്ടുകയില്ല. മറിച്ച് ഉണ്ടായിരുന്ന ആ ഒരു ശക്തി പോലും നഷ്ടപ്പെടുകയുള്ളൂ എന്നൊക്കെ അവളും പറയുന്നു. സ്നേഹം കൊണ്ട് ഒരാളെ രക്ഷിക്കുവാൻ സാധിക്കുമെന്ന് ഞാൻ നിനക്ക് തെളിയിച്ചു തരാം. കഷ്ടതകളുടെ വെള്ളത്തിൽ മുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പോലും അവിടെ ഞാൻ ഒരിക്കലും നിന്നെ തനിച്ചാക്കുകയില്ല. നിന്റെ ഒപ്പം ഞാനും ഉണ്ടായിരിക്കുമെന്നൊക്കെ അവനും പറഞ്ഞു കൊടുക്കുന്നു. ഒരു ദിവസം അവനും ബോൾഷിമിനെ കാണുവാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവന്റെ കയ്യിൽ ഒരു ബുക്കൊക്കെ ഉണ്ടായിരുന്നു. ആ ഒരു ബുക്ക് ആകട്ടെ മറ്റൊരു നാട്ടിലുള്ള ആൾക്കാരൊക്കെ എഴുതിയിട്ടുണ്ടായിരുന്ന ഒന്നായിരുന്നു. അതിലാകട്ടെ എല്ലാ മനുഷ്യരും ഒരുപോലെ ആണെന്നൊക്കെ ആയിരുന്നു എഴുതിയിട്ടുമുണ്ടായിരുന്നത്. അവരും പിന്നീട് ക്രിസ്ത്യാനിറ്റിയിലൊക്കെ ജീവിക്കുവാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അവർ രണ്ടുപേരും കൂടി രഹസ്യമായിട്ട് പള്ളി പോലത്തെ സ്ഥലത്തൊക്കെ ചെന്നിട്ട് ഇതുപോലെ ബുക്സ് ഒക്കെ വായിക്കുക പതിവായിരുന്നു. ഇപ്പോൾ നിലവിലുള്ള ആ ഒരു ജാതി വ്യവസ്ഥയൊക്കെ ഇല്ലാതാക്കുകയാണെങ്കിൽ ഉള്ള എല്ലാവരെയും ഒരേപോലെ പേരൊക്കെ വിളിക്കുവാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ദിവസം ഉണ്ടാകണമെന്നായിരുന്നു അവർ രണ്ടുപേരും ഒരുപോലെ ആഗ്രഹിക്കുന്നത്. അവനും ഒരു എക്സാം ഒക്കെ എഴുതുവാനായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ എക്സാം എഴുതി വിജയിക്കുകയാണെങ്കിൽ ഈ ഒരു ലോകത്തെ തന്നെ മാറ്റുവാനായിട്ട് അവന് സാധിക്കുമെന്ന വിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. അതുപോരാതെ അവർ രണ്ടുപേരും പരസ്പരമായിട്ട് ഒരുപാട് വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് രണ്ടുപേർക്കും ഏതെങ്കിലും ഒരു ദിവസം എല്ലാ പ്രശ്നങ്ങളും മാറുമെന്നും അതിനുശേഷം ആ ഒരു സ്ഥലത്ത് തന്നെ വിവാഹം കഴിച്ച് തുടരുവാനായിട്ട് കഴിയുമെന്നും അവർ വിചാരിച്ചിരുന്നു. ഇനി ഈസന്റെ ജോലിക്കാരനാകട്ടെ ഈസന്റെ അച്ഛനെയൊക്കെ ചെന്ന് കാണിക്കുകയും അവനിപ്പോൾ കാത്തോലിക് ആയിട്ടുള്ള ആളുകളൊക്കെ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ പോകുകയും അവിടുത്തെ ബുക്സ് ഒക്കെ വായിക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെയുള്ള വോൾഷിം എന്നൊരു പെൺകുട്ടീനെ അവന് ഇഷ്ടമാണ്. ഇനി നമ്മൾ എന്താണ് ചെയ്യുക എന്നൊക്കെ അച്ഛനോടും ചോദിക്കുന്നു. അങ്ങനെ ഇരിക്കെ അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു എക്സാമിന് വേണ്ടിയിട്ടൊക്കെ അവന് പോകേണ്ടതായിട്ട് വരികയാണ്. ഇനി തിരിച്ചെത്തുമ്പോഴത്തേക്കും അവളെ ഉറപ്പായിട്ടും വിവാഹം കഴിക്കാമെന്നൊക്കെ അവനും പറയുന്നു. പിന്നീട് മരിക്കുന്നതിന് മുമ്പായിട്ട് അവളെ കണ്ടിട്ട് വേണം അവന് മരിക്കുവാനെന്ന് പറഞ്ഞതിന് ശേഷം അവൻ ഇല്ലാത്ത സമയത്ത് അവനെക്കുറിച്ച് ഓർക്കുവാനായിട്ട് അവനും ഒരു ഗിഫ്റ്റ് ഒക്കെ അവൾക്ക് നൽകുകയാണ്. അത് ആ ഒരു കുരിശിന്റെ ലോക്കറ്റുള്ള മാലയായിരുന്നു. അവനും അത് അവളുടെ കഴുത്തിലൊക്കെ കെട്ടിക്കൊടുക്കുന്നു. അവൻ തിരിച്ചെത്തുന്നിടം വരെ അവളും ആ ഒരു മാലയൊന്നും കഴുത്തിൽ നിന്നും ഊരുകയില്ല എന്ന് അവന് വാക്ക് നൽകുന്നു. അങ്ങനെ അവരും പിരിയുകയാണ്. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.